വിശദമായി നോക്കാം. ആഗോളതലത്തിൽ ക്ലൗഡ് ഫെയർ സേവനങ്ങൾ നിലച്ചു. ഇതോടെ എക്സ്, സ്പോട്ടിഫൈ, ChatGPT ആപ്പുകൾ തകരാറിലായി. ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും 7000-ഓളം പരാതികളാണ് ഇതിനിടെ ഉയർന്നത്. എന്താണ് പ്രശ്നത്തിന് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അജയ് സുധാ ബിജു നൽകും വിവരങ്ങൾ. അജയ്, എന്താണ് സംഭവിച്ചത്? പ്രശ്നം പരിഹരിച്ചോ ഇപ്പോൾ? ഇന്ന് ഇന്ത്യൻ സമയം 6 മണിയോടെയാണ് ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിൽ ക്ലൗഡ് ഫെയർ സേവനങ്ങൾ പെട്ടെന്ന് തന്നെ നിലച്ചത്. ഇതിൻ്റെ കാരണം നിലവിൽ വ്യക്തമായിട്ടില്ല. ഈ പ്രശ്നം വന്ന് അത് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇത് പൂർണ്ണമായി പരിഹരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ആപ്പുകളുടെ സേവനങ്ങളെല്ലാം പഴയതുപോലെ തന്നെ പുനരാരംഭിക്കുകയും ചെയ്തു. ഇത് പ്രധാനമായിട്ടും ഈ ChatGPT, അതുപോലെ തന്നെ സ്പോട്ടിഫൈ, അതുപോലെ എക്സ് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് പൂർണ്ണമായിട്ടും ബാധിച്ചത്. ഇതിൻ്റെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ആപ്പുകളെയും ഈ സേവനം ഒരേപോലെ ആ സമയത്ത് ബാധിച്ചിരുന്നു. ഉപഭോക്താക്കൾക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കാതെ വരികയും അതുപോലെ തന്നെ പലർക്കും അക്കൗണ്ട് ലഭ്യമാകാതെ വരികയും ഫീഡുകൾ ലോഡാകാതെ വരികയും ചെയ്തു. ഇത്തരത്തിൽ പലതരം പ്രശ്നങ്ങളാണ് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത്. രാജ്യവ്യാപകമായി മൊത്തം 7000 പരാതികളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് എന്താണ് പ്രശ്നം എന്നുള്ളത് പൂർണ്ണമായിട്ട് വ്യക്തമല്ല. സർവറിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തകരാറാണോ, മറ്റ് ട്രാഫിക്, ഈ ഒരു ഇൻ്റർനെറ്റ് ട്രാഫിക് കാരണം സംഭവിച്ച പ്രശ്നമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഇതിനെ തന്നെയാണ് ഈ ഒരു പ്രശ്നം ബാധിക്കുകയുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പല പ്രമുഖ ആപ്പുകളുടെ സേവനം അത് കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും നിലയ്ക്കുകയും ചെയ്തത്. കഴിഞ്ഞ 1 മാസം മുൻപും ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ക്ലൗഡ് ഫെയർ നേരിട്ടിരുന്നു. അന്നും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചതാണ്. അന്ന് സർവറിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ രീതിയിൽ ആപ്പുകളെ ബാധിക്കാൻ ഇടയാക്കിയതെന്നായിരുന്നു കണ്ടെത്തൽ. പുതിയ പ്രശ്നത്തിന് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് നിലവിൽ പരിശോധന നടന്നു വരികയാണ്. ഈ 7000 പരാതികളിൽ 1300ഓളം പരാതികളും റിപ്പോർട്ട് ചെയ്തത് എക്സ് അക്കൗണ്ടിൻ്റെ കാര്യത്തിലാണ്. പലരും 44% പേർക്കും തങ്ങളുടെ ഫീഡ് ലോഡ് ആകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് റിപ്പോർട്ട് ചെയ്തത്. 31% പേർക്ക് എക്സ് വെബ്സൈറ്റിൽ പ്രശ്നം അനുഭവപ്പെട്ടതായി പറയുന്നുണ്ട്. 25% പേർക്ക് സെർവർ കണക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആപ്പുമായിട്ട് ബന്ധപ്പെട്ട അത് ഫീഡുകൾ ലോഡാകാത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ഇത് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വിഷയം പെട്ടെന്ന് തന്നെ പരിഹരിച്ചതോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ആപ്പുകളുടെ സേവനം അത് വീണ്ടും ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.